കൂത്തച്ചി അഴിയെണ്ണും അരമണ്ഡലത്തിൽ ഇരുന്ന് ഗോതമ്പുണ്ട തിന്നും. നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ നവാട്ടം നടത്തിയ പഴയ കൂത്തച്ചി അഴിയെണ്ണും അരമണ്ഡലത്തിൽ ഇരുന്ന് ഗോതമ്പുണ്ട ശാപ്പിടും എന്ന് ഏതാണ്ട് ഉറപ്പായി. രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയ്ക്കെതിരെ അന്വേഷണത്തിന് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ഉത്തരവിട്ടു. കറുത്ത നിറമുള്ള കലാകാരന്മാരെ ജാതീയമായി സത്യഭാമ അധിക്ഷേപിച്ചെന്നും സംഭവത്തിൽ 10 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ നിർദ്ദേശം. അധിക്ഷേപ പരാമർശത്തിൽ കൂത്തച്ചി സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട്. അധിക്ഷേപ പരാമർശത്തിൽ സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് RLV രാമകൃഷ്ണൻ. RLV രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ചാലക്കുടിക്കാരനായ നർത്തകനായ അധ്യാപകനെന്നും അഭിമുഖം നടത്തുന്ന ആൾക്ക് അറിയില്ലെങ്കിലും ബാക്കി കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും സംഗീത നാടക അക്കാദമിയുമായി പ്രശ്നമുണ്ടായിരുന്ന ആളെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കൂത്തച്ചി സത്യഭാമ ഡ്യൂപ്ലിക്കേറ്റിന്റെ അധിക്ഷേപ പരാമർശങ്ങൾ. സത്യഭാമ മുമ്പും തന്നെ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഇതുപോലെ ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. പരാമർശം വിവാദമായെങ്കിലും അതുകൊണ്ടൊന്നും അടങ്ങാതെ വർദ്ധിത വീര്യത്തോടെ തന്റെ വാദങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സത്യഭാമ വീണ്ടും രംഗത്തെത്തിയതോടെ വലിയ പിന്തുണയാണ് വിവിധ മേഖലകളിൽ നിന്ന് രാമകൃഷ്ണന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം നിറത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത്തരം വിവേചനങ്ങളെന്നും ജാതിയാണ് ഇത്തരം പരാമർശങ്ങൾക്ക് കാരണമെന്നും മനുഷ്യരായി പറഞ്ഞ ആർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ കൂത്തച്ചിക്കെതിരെ സമൂഹ പൊങ്കാല തുടരുന്നതിനിടയിലാണ് നിയമ നടപടികളും ശടപടാന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നാഡീശാസ്ത്രപ്രകാരം അംഗസൗഷ്ഠവമാണ് സൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ഭംഗിയുള്ള പെർഫോമറാണെങ്കിലും സ്വന്തം ശരീരവും കൈമുദ്രകളും സൗഷ്ഠവത്തോടുകൂടി അവതരിപ്പിച്ചില്ലെങ്കിൽ അത് സൗന്ദര്യമാവില്ല. നൃത്തഭാവത്തോടുകൂടി വരുമ്പോഴേ അത് സൗന്ദര്യമാവും. നാട്യദേവനായ ശിവൻ പുരുഷനാണ്. നാഡീശാസ്ത്രം ഉണ്ടാക്കിയ ഭരതമുനിയും ശിഷ്യന്മാരുമെല്ലാം പുരുഷന്മാരാണ്. കലാമണ്ഡലത്തിലെ ആദ്യ മോഹിനിയാട്ട ഗുരു അപ്പുരയിടത്ത് കൃഷ്ണപ്പണിക്കരാശാൻ പുരുഷനാണ്. അവരും കവച്ചു നിന്ന് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അങ്ങനെ എത്രയെത്ര പുരുഷകേസരികൾ നന്നായി കവച്ചു നിന്ന് കളിച്ചിട്ടുള്ളപ്പോഴാണ് തിരുവനന്തപുരത്തുള്ള ഒരു പഴയ തേവടിശിയാട്ടക്കാരി നർത്തകരായ പുരുഷന്മാർ കവച്ചു നിന്ന് കളിക്കരുതെന്നും കറുത്ത നിറമുള്ള കലാകാരന്മാരെ അധിക്ഷേപിച്ചുകൊണ്ടും രംഗത്ത് വന്നത്. കൂത്തച്ചി സത്യഭാമ നിർഭാഗ്യവശാൽ അരമണ്ഡലത്തിൽ നിന്ന് നല്ല കളിക്കാനറിയാവുന്ന ആണുങ്ങളുടെ കളി കാണാനുള്ള യോഗമില്ലാത്തതിനാലാവണം ഇപ്രകാരം ഒരു പരിദേവനവുമായി എത്തിയത്. നന്ദികേശ്വരൻ ഭരതമുനിയുടെ നാഡീശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിച്ച ഗ്രന്ഥമാണ് അഭിനയ ദർപ്പണം. അതിൽ നർത്തകീ ലക്ഷണത്തെ വിശേഷിച്ചിരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: മെലിഞ്ഞ ഇളം ഇരുണ്ട നിറമുള്ള സുന്ദരിയായാണ് നാഡീശാസ്ത്രത്തിൽ നർത്തകിയുടെ സ്ഥാനം വർണ്ണിച്ചിരിക്കുന്നത്. അവർ പ്രഗത്ഭരും പ്രസന്ന മുഖത്തോടു കൂടിയവരും നല്ല കണ്ണുകളും ഭംഗിയുള്ളവരും ആണെന്നും വിശേഷിപ്പിക്കുന്നു. നർത്തകരുടെ അടിസ്ഥാന പ്രമാണത്തിൽ പോലും ഒരു നർത്തകി വെളുത്ത നിറമുള്ളവളാണെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് തൻവീരൂപതീശ്യാമ എന്നാണ്, അതായത് ഇരുണ്ട നിറമുള്ളവൾ. ഇതേ ഗ്രന്ഥത്തിൽ തന്നെ ഒരു നർത്തകിക്ക് വേണ്ട 10 അവശ്യ ഗുണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ചടുലത, സ്ഥിരത, സന്തുലിതമായ ചലനങ്ങൾ, ഭക്തി, ഏകാഗ്രത, സംഗീതബോധം, കഠിനാധ്വാനം, ധീരത, അലസതയില്ലായ്മ, തിളങ്ങുന്ന കണ്ണുകൾ എന്നിവയ്ക്കൊപ്പം തന്നെ നർത്തകർക്ക് സഹിഷ്ണുത ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അവർക്ക് മര്യാദയുള്ള പെരുമാറ്റവും ആഴത്തിലുള്ള അറിവും നല്ല സംസാരവും ഉള്ളവരായിരിക്കണമെന്നും പറയുന്നുണ്ട്. അതായത് നർത്തകരുടെ 10 അവശ്യ ഗുണങ്ങളിൽ സൗന്ദര്യത്തെക്കാളേറെ സഹിഷ്ണുതയെക്കുറിച്ചും മര്യാദയുള്ള പെരുമാറ്റത്തെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് സാരം. മര്യാദയില്ലാതെയും സഹിഷ്ണുതയുമില്ലാതെയും സംസാരിക്കുന്ന തിരുവനന്തപുരത്തെ മുതുക്കു കൂത്തച്ചി നർത്തകി എന്ന വിശേഷണത്തിന് അനുയോജ്യയാണോ എന്ന് അവർ തന്നെ കൊട്ടൻ ചുക്കാതി തൈലം തേച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ചോദിക്കേണ്ടതാണ്. കുറച്ചുകൂടി വൃത്തിയായി പറഞ്ഞാൽ RLV രാമകൃഷ്ണൻ എന്ന നർത്തകനെ വിമർശിക്കുവാനുള്ള യോഗ്യത അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിച്ച ഈ കൂത്തച്ചിക്കുണ്ടോ എന്ന് സാരം. സ്കൂൾ കലോത്സവത്തിനും മറ്റു മത്സരങ്ങൾക്കും ഇതുപോലെയുള്ള കൂത്തച്ചിമാരാണല്ലോ മാർക്കിടുന്നത് എന്നോർക്കുമ്പോൾ പെരുവിരലിൻ്റെ അറ്റത്തു നിന്നും തരിച്ചു കയറുന്നു. എത്രയോ കഴിവുള്ള കുഞ്ഞുങ്ങളെ, നർത്തകരെ ഇവർ കണ്ണീർ കുടിപ്പിച്ചുണ്ടാവും.
അവരുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞു വീണ കണ്ണുനീരിൻ്റെ, അവരുടെ ആ കേൾക്കാതെ പോയ സൈലന്റ് ഇന്നർ ക്രൈ ആണിന്ന് ഇടുത്തി പോലെ ഈ കൂത്തച്ചിയുടെ മേൽ പതിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, പഴയ തേപിടിച്ചിയാട്ടത്തിന് ഇന്ന് എന്തൊക്കെ പരിവേഷം ചാർത്തി കൊടുത്താലും തമ്പ്രാൻ ചാരിക്കിടന്ന് ആ അരമണ്ഡലത്തിലേക്ക് നോക്കിക്കിടക്കുന്നത് ഓർക്കുമ്പോൾ ഒരു ഉണർവും ഉന്മേഷവും അനക്കവും ഒക്കെ ഉണ്ടാവണം. അത് കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും ചുമന്നതാണെങ്കിലും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.